ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടാണ് പൂച്ചേനെ പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ടവല് എറിയുന്നത്. ഈ സീൻ ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും അത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഒന്നാമതും വേറൊരു ഭാഷയാണല്ലോ കന്നഡ. അത് പിന്നെ മണിയിലേക്ക് ചെന്ന് മണി അതിൻ്റെ ഒരു എന്താണ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്താ പറയാ, ഞാൻ നോക്കുമ്പോ ഇതിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് കൗണ്ടറൊക്കെ അടിക്കും ഇവര് രണ്ടുപേരും. സാർ നിനക്കിരിക്കുവാണല്ലേ മമ്മൂട്ടി സാറിനെ ഞാനൊന്നും ആദ്യമായിട്ടാ കാണുന്നത്. ലാലങ്കിളിനെ അറിയാം. അപ്പൊ ആ ഒരുമിച്ച് ഇങ്ങനെ കേറി വന്നപ്പം ഞാൻ സ്റ്റേജില് അങ്കിളിനെ ചിറ്റപ്പാന്ന് വിളിച്ചിട്ടാ കേറിയത്. ബിക്കോസ് ആ താണ്ഡവത്തിൽ എന്റെ ചിറ്റപ്പനായിട്ടാണ് അങ്ങനെ വന്നു. രണ്ടുപേരും അവാർഡ് തന്നു. പക്ഷെ ഇന്നാണ് അതിന്റെ ഒരു ഉറപ്പായി. അന്ന് നമുക്കറിയില്ല, വെറുതെ ഒരു അതെ അതെ. ഇന്ന് ആ ഫോട്ടോ കാണുമ്പോ അതൊരു വല്ലാത്ത ഫീലാണ്. ഔദാര്യമായി ഞാൻ പറഞ്ഞു, അതെ എനിക്കറിയാം. ഒരാളുടെ അടുത്ത് പറയും ഇല്ല, ഞാൻ പേര് മാറ്റി മാറ്റി പറയും. സംഗീത എന്ന് പറയും, പിന്നെ മയൂരി എന്ന് പറയും. ഓരോരോ ആൾക്കാരുടെ അടുത്ത് ഓരോരോ പേരായിരുന്നു. ഏറ്റവും കുസൃതിയുടെ മെയിൻ ആളാണ് ആയിരിക്കുന്നത്. കൃഷ്ണ മോശമൊന്നുമല്ല, മാസ്റ്റർ മൈൻഡ് അവിടെ. ഒരു ആഘോഷമാണ് ഹോട്ടലിൽ, ഫുൾ മോണാക്ട്. ആളാരുടെങ്കിലും ഒക്കെ റൂമിൽ എല്ലാവരും കൂടും. ഞങ്ങളുടെ റൂമിൽ പോവായിരുന്നു. നമ്മള് രാത്രി അങ്കിളുടെ റൂമിൽ പോയിട്ട് പിള്ളേര് സെറ്റും പേരൻസ് എല്ലാവരും ഉണ്ടാവും. പിന്നെ ആളുടെ വക വൺ മാൻ ഷോ. പിന്നെ ആളെന്നെ നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിന്റെ തൂവലാണു നീ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു പോകുന്നത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചില സിനിമകൾ നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കുറേ സിനിമകളുണ്ട്. അതിൻ്റെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകളുണ്ട്. എപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് കാണുക, അല്ലെങ്കിൽ നമ്മളൊന്ന് പെപ്പപ്പ് ആവാൻ, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വൈബ് കിട്ടാൻ വേണ്ടി ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി എന്ന് പറയുന്ന ഒരുപാട് മൂവികളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 98 റിലീസായ മൂവിയാണ് സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന മൂവി. ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു മൂവിയാണ് നമുക്ക് സിബി സാറ് തന്ന ആ ഒരു മനോഹരമായിട്ടുള്ള മൂവീസ്. ആൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള മൂവീസ് എല്ലാം വീണ്ടും റിലീസ് ചെയ്യുന്നു. ബിക്കോസ് വി വോണ്ട് ടു ആ ഒരു ബാക്ക് ടു ആ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് സമ്മർ ഇൻ ബത്ലഹേം. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഐ വാസ് സോ ഹാപ്പി. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ആ ഹോൾ ടീം, നമ്മളെ ടീം അന്ന് കുഞ്ഞു പിള്ളേരായിരുന്നു ആ കസിൻസൊക്കെ ഇവിടെ ഉണ്ട്. കൂടെ നമ്മളുടെ സ്വന്തം ദ മാൻ ബിഹൈൻഡ്, always happy to receive him, Sibi sir and the cousins. Welcome. Thank you. അപ്പോൾ പറയൂ, ഈ ഒരു ഹാപ്പിനെസ് സർ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ മൂവി. കാരണം ആ ടൈമിൽ ഇതുപോലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ് പലപ്പോഴും വേറെ സിനിമകളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കിട്ടിയതിന് താങ്ക് യു സർ. വാട്ട് യു ഫീൽ നൗ? ശരിക്കും സിബി സാർ, ഏറ്റവും വലിയ സന്തോഷം ഇവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതെ, കാരണം അന്ന് കുഞ്ഞുങ്ങളായിരുന്നു, 6 വയസ്സും 7 വയസ്സും ഒക്കെയുള്ള കുട്ടികൾ. ഇപ്പോൾ നമ്മുടെ കാലം വലിയ ആൾക്കാരായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് കൗണ്ടറൊക്കെ അടിക്കും ഇവർ രണ്ടുപേരും. സാർ നിനക്കിരിക്കുവാണല്ലേ, അന്ന് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ആക്ട് ചെയ്യുമ്പോഴും ഇപ്പം ലാലേട്ടൻ അല്ലെ സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ എന്നൊക്കെ പറയുന്നതിലുപരി ചിലപ്പോൾ ഡെന്നിസ് അങ്കിൾ, ലിവി അങ്കിൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നോ ധരിച്ചിരുന്നത്? അൻസു വളരെ കുഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇപ്പം സിബി സാർ പറഞ്ഞ പോലെ ഞങ്ങൾക്കതൊരു സിനിമ ആണെന്നോ ഷൂട്ടിംഗ് ആണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഫുൾ എന്താ പറയുന്നത്, തമാശ, കളി, ചിരി. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പാരൻസ്, ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ പരിചയപ്പെടുന്നു, കളി, ഫൺ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം ഓഫ്കോഴ്സ് സുരേഷ്, ഞങ്ങളിങ്ങനെ സുരേഷ് അങ്കിൾ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഡെന്നിസ് അങ്ങനെ കഥാപാത്രത്തിനൊന്നും അങ്ങനെ അറിയില്ല. അപ്പം അങ്ങനെയായിരുന്നു അവിടെ ലൊക്കേഷൻ്റെ ഇത് പോക്ക്. അങ്ങനെയായിരുന്നു നിങ്ങൾ, അതായത് ഇപ്പം സാറാണെങ്കിലും മക്കളെ ഇങ്ങോട്ട് പോരെ
മക്കളെ നേരെ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ ഡയറക്ഷൻ പരിപാടികൾ. അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ കളിക്കാൻ പറഞ്ഞ ഇൻവോൾവ് ആയിട്ട് കളിക്കും, ആ, അങ്ങനെ എല്ലാം ആക്റ്റീവ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഭയങ്കര എന്താ പറയാ ഇൻവോൾവ് ആയിരുന്നു കളിക്കാൻ. അതിൽ ഞങ്ങൾ ആരും വിട്ടു കൊടുത്തില്ല. ഹി വാസ് സോ ഗുഡ് അറ്റ് ഇറ്റ്. അതെ, കൂടാതെ പിയർ ഗ്രൂപ്പ്. പക്ഷേ ഇറ്റ്സ് ദെയർ എന്താ പറയുക ഒരു കേപ്പബിലിറ്റി ദാറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റി. പിന്നെ സിബി അങ്കിൾ ഞാൻ പറയായിരുന്നു ഏറ്റവും ഇപ്പം ആലോചിക്കുമ്പോൾ ഹീസ് ബിൻ ദ മോസ്റ്റ് പേഷ്യൻറ്റ് ഡയറക്ടർ. ബിക്കോസ് ഒരു ഇത്രയും വലിയൊരു മൂവിയുടെ ഡയറക്ടർ ആവുക എന്ന് പറഞ്ഞാൽ അത് കാസ്റ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അത് ഇപ്പം അറിയാം അതിനെക്കുറിച്ചൊക്കെ. അപ്പൊ നമ്മൾ എന്ത് കുറുമ്പ് കാണിച്ചാലും ഞങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും കളിക്കാൻ പോവും, ചിലപ്പോൾ കാണാണ്ടാവും. അപ്പൊ എന്നാലും ഇവർ ഒരു പ്രാവശ്യമൊക്കെ ഐ തിങ്ക് 1 hour ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എവിടേക്ക് ഒളിച്ചിരുന്നു. ആണോ, വരാതൊക്കെ ഇരുന്നിട്ടുണ്ടോ? അവരെ മിസ്സായി പോയി, മിസ്സായി പോയി. അവരെ ഒളിച്ചിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അവരിപ്പോ പറയായിരുന്നു അതാ മണിയങ്കളുടെ സീൻ എടുത്ത ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ അടിയില് മഞ്ജു ചേച്ചി ഇങ്ങനെ സോപ്പിട്ട് ചോദിക്കുമല്ലോ എന്താണ് ആ സ്ഥലത്ത് എന്തോ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കണ്ടുപിടിച്ച സ്പോട്ടായി ഞങ്ങൾ അവിടെ കുറ്റി അടിച്ചിരുന്നു. ഔട്ട് ഹൗസിന്റെ അപ്പൊ സാർ എങ്ങനെയത് പിന്നെ അത് എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടെ തപ്പി ഒരു കുറെ നേരം ഇവരെ എല്ലാവരും പാനിക്കായിപ്പോയി, ഇവരുടെ പേരൻസും മൊത്തം യൂണിറ്റ്. കുറെ കഴിഞ്ഞാണ് ഇവരെ കിട്ടിയതെന്നാണ് എനിക്കത് ഓർമ്മയില്ല. പക്ഷെ അത് അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. ഒരു ബറ്റാലിയൻ തപ്പാൻ പോയി കാണും, പിടിച്ചോണ്ടെടുത്തു രണ്ടു. പക്ഷെ അങ്കിളെ രക്ഷിച്ചേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി കിട്ടിയാണ് അവിടെ വെച്ചിട്ട്. ആണല്ലേ? അല്ല, സിബി സാറിനെ പറ്റി നമ്മൾ പറയുമ്പോഴാണെങ്കിൽ പോലും വെരി കാം പേഷ്യൻ ഈ ഒരു സംഭവം ഉണ്ട് എല്ലാവർക്കും ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും. പക്ഷേ ഈ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമയിൽ അവർ പല രീതിയിൽ പല ഇതുണ്ടാവാം, പക്ഷെ അത് മാനേജ് ചെയ്യാന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. അപ്പം സാർ ആക്ച്വലി അതെങ്ങനെ അത് അതിൻ്റെ ഒരു മാനേജ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സാർ? അല്ല, ഇതിനകത്ത് അങ്ങനെ വലിയൊരു ടെൻസ്ഡ് ആയിട്ടില്ല. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. കാരണം ആ സിനിമയുടെ മൂഡ് അങ്ങനെയാണല്ലോ, ആ ലൊക്കേഷൻ അങ്ങനെയാണ്, ഇവരെല്ലാവരും ഉണ്ട്, കുട്ടികളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഞാൻ എൻ്റെ ഫാമിലി ഉണ്ട്, പ്രൊഡ്യൂസറുടെ ഫാമിലി ഉണ്ട്, എല്ലാവരും നമ്മളെന്തോ ഒരു കുറച്ച് നാളത്തേക്ക് അവിടെ ഒരു വെക്കേഷൻ വന്ന പോലെയേ ഉള്ളൂ. ഷൂട്ടെന്ന് പറയുന്നത് നമ്മൾ ആ ക്യാമറയുടെ മുമ്പിൽ എടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ മാത്രമല്ലേ ഉള്ളൂ. ഇവരും അതുപോലെ തന്നെ ഇവരെയും ചിലപ്പോൾ ഷോട്ടിനൊക്കെ നിർത്തി നമ്മൾ ഷോട്ട് എടുത്തിട്ട് ഞാൻ ക്യാമറയും കൂടെ അടുത്ത ഷോട്ടിന് പോകുമ്പോൾ ഇവർ കണ്ടിന്യൂ അവിടെ കളി. ഇവരറിയുന്നില്ല ഷോട്ട് എടുത്തു, ക്യാമറ മാറ്റിയതൊന്നും നമ്മളറിയില്ല. ഷോട്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കാണാം. അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഫ്രണ്ടിൽ നടക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് പേര് വിളിക്കുന്നത് സൂക്ഷിച്ചു കേട്ടാ മനസ്സിലാവും. സുകൃഷ്ണ അങ്ങനെയൊക്കെ റിയൽ നെയിം തന്നെ ആയിരുന്നല്ലോ വിളിച്ചല്ലേ, പിന്നെ കുഴപ്പം വിളി കേൾക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ഫൺ സെലിബ്രേഷൻ മൂവി ആണെങ്കിൽ അതിൽ എൻഡിൽ വരുമ്പോൾ നമുക്കൊരു വളരെ നല്ല ഒരു ഇമോഷണൽ ഇതുണ്ട്. അപ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡെന്നിസ് ആമീനെ താലി കെട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് നെക്സ്റ്റ് സീൻ നമ്മൾ കാണുമ്പോൾ ആമി ഭയങ്കര ഹാപ്പി ആയിട്ട് ആ പണ്ടത്തെ ആമിയുടെ ആ ഒരു വൈബിലേക്ക് പോയി. അപ്പോൾ അതിന് നടുക്കും വേറൊരു സീൻ ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് അതിൻ്റെ ഇത് പോയതുകൊണ്ടാണ് അത് അല്ല, അതും തിയേറ്ററിലുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തിയേറ്ററിലുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓൾക്കാറിൽ അത് ഉണ്ടായിരുന്നു. ശരി. അതിൻ്റെ ഒരു നൂൺ ഷോ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറുടെ തിയേറ്ററിൽ തന്നെ, ഇവിടെ മൈമൂൺ തിയേറ്ററിൽ അത് അദ്ദേഹം, ഞാൻ ചെന്നൈയിലാണ്, അദ്ദേഹം അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു താലികെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സീൻ കുറച്ച് വലിയ സീനാണ്, നമ്മളതൊരു ഈ ക്യാരക്ടറിൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ടാകും. ഇപ്പം മഞ്ജു പെട്ടെന്ന് ഡെന്നിസിലേക്ക് വരുന്നത്, നിരഞ്ജനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾ നിരഞ്ജനെ അല്ലാതെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് മറ്റേയാളെ കല്യാണം കഴിക്കുന്ന, അവിടെ അവർ ഫെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ അത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ആ ഫാമിലിയുടെ ഒരു, നമ്മൾ ഓഡിയൻസിനൊക്കെ ഒരു കൺവിക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് തിയേറ്ററിൽ ആൾക്കാർ അത് ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം മോഹൻലാൽ എന്ന് പറയുന്നൊരു കഥാപാത്രം അവിടെ വന്ന് കൊലമരത്തിലേക്ക് നടന്നു പോകുന്നിടത്ത് നിന്ന് പിന്നീട് മോഹൻലാൽ എന്ന് പറയുന്നൊരു താരം ഇനി ആ സിനിമയിൽ ഇല്ലയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓഡിയൻസിന് ആ സിനിമയിലൊരു ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞു. അപ്പോൾ എത്രയും വേഗം അത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വലിയ സീൻ അവിടെ നീട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ഓഡിയൻസ് അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ തിയേറ്ററിൽ മാത്രം അതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടത്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരാൾ താലി കെട്ടി കഴിയുമ്പോൾ ഫെയിൻ്റായി കഴിഞ്ഞു, അടുത്ത ഷോട്ടിലും അവൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ജർക്ക്, വിഷ്വൽ അല്ലെങ്കിൽ ഇമോഷണൽ ജർക്ക് എന്ന് പറയുന്നത്
എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ടായത്. പക്ഷേ അപ്പോൾ അടുത്ത ഷോയ്ക്ക് മാറ്റിനി ഷോയ്ക്ക് അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ മാത്രം കട്ട് ചെയ്തു. അത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് അത് വിഷയമല്ല, അവരടിയൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ദേ ആർ ഹാപ്പി. കാരണം മോഹൻലാലിൻ്റെ സീൻ കഴിയുന്നതോടുകൂടി തന്നെ ആൾക്കാർ അവർക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എൻഡിങ് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ടെയിൽ പീസല്ലേ ഉള്ളൂ. അവരത് ആ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഷോ തൊട്ട് ഓൾ കേരള നമ്മളത് മാറ്റി. അപ്പോൾ ആദ്യത്തെ ആ 2 ഷോ കണ്ട കുറേ ഓഡിയൻസ് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഇപ്പോഴായിരുന്നു ഇപ്പം ഫിലിം റിലീസാകുന്നു, എല്ലാ കുട്ടികൾ നിങ്ങൾ അഭിനയിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാകാം. സ്കൂളിൽ പഠിക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉള്ളത് കാരണം അത് പലയിടത്തും വൈറലാവാം. അതിൻ്റെ സീൻസ് കാര്യങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു വെൽക്കമിങ്, അതുപോലെ തന്നെ ഒരു വെൽക്കമിങ് അന്നും ആക്ച്വലി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? കാരണം അതൊരു വെക്കേഷൻ ഇതായിരുന്നു. തിരിച്ച് ചെന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു വാവ് ഫാക്ടർ എങ്ങനെയായിരുന്നു? സ്കൂളിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ആർക്കും അറിയില്ലല്ലോ. ജൂണിൽ നമ്മൾ ഇതിൽ അഭിനയിച്ചത് നമ്മൾ പറഞ്ഞിട്ടുള്ള അറിവേ ഫ്രണ്ട്സിനുള്ളൂ. ശരി. ഇതെല്ലാം കഴിഞ്ഞു. ഇത് സെപ്റ്റംബറിൽ റിലീസ് ആയി കഴിഞ്ഞ് ഓണം വെക്കേഷൻ കഴിഞ്ഞ് ചെന്നപ്പോഴാണ് എല്ലാവരും വാവ് ഈ പടത്തിൽ അഭിനയിച്ചോ. പിന്നെ എല്ലാവരുടെയും ചോദ്യം ആരാ പൂച്ചനെ അയച്ചോ ഒന്ന് പറഞ്ഞു തരുമോ, ഇതാണ് അവിടെ ക്വസ്റ്റ്യൻ. അതല്ലാതെ പിന്നെ അതാണ് എല്ലാവർക്കും അറിയേണ്ടത്, ആരാണ് ആ പൂച്ചേനെ അയച്ചത് ഒന്ന് പറയൂ. ഇതായിരുന്നല്ലേ അന്ന് പറഞ്ഞത്, വെക്കേഷൻ ടൈമിൽ ഊട്ടിയിലായിരുന്നു എന്ന് പറഞ്ഞത് ഇതായിരുന്നല്ലേ എന്ന് അപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോ ആരും വിശ്വസിക്കുന്നൊന്നും ഉണ്ടായില്ല. ആ ഒരു ഇതില് എല്ലാരും വിട്ടു. പിന്നെ നമ്മളും പോകെ മറന്നുപോയി. ഞാൻ പിന്നെയും കുറച്ച് മൂവീസ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ അതിന്റെ ഒരു ഇത് വന്നു. റിലീസായി തിയേറ്ററിൽ വന്നപ്പോഴാണ് ലാലേട്ടൻ വരെ ഇതിലുണ്ടെന്ന് നമ്മളെപ്പോഴാണ് അറിയണത്. പിന്നെ നമ്മൾ താരം തന്നെയാ. നമ്മുടെ വായിന്ന് ആ പൂച്ചേനെ വിട്ടത് ആരാണെന്ന് കേൾക്കാൻ വേണ്ടിട്ട് എല്ലാരും ടീച്ചേഴ്സ് ഉൾപ്പെടെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ നമ്മള് കൊടുക്കില്ലല്ലോ. വെറുതെ ഔദാര്യമായി ഞാൻ പറഞ്ഞു, അതെ എനിക്കറിയാം. ഒരാളുടെ അടുത്ത് പറയും, ഇല്ല ഞാൻ പേര് മാറ്റി മാറ്റി പറയും. സംഗീത എന്ന് പറയും, പിന്നെ മയൂരി എന്ന് പറയും. ഓരോരോ ആൾക്കാരുടെ അടുത്ത് ഓരോരോ പേരായിരുന്നു. നമ്മളെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. നമ്മുടെ കയ്യിൽ മാത്രം അറിയുന്ന ഒരു രഹസ്യം എന്നൊക്കെ ഉള്ള രീതിയിൽ കൃഷ്ണ എങ്ങനെയുണ്ട് സ്കൂളിൽ എന്ന് പറയാറുണ്ടായിരുന്നു? അല്ല ചേച്ചി പറഞ്ഞ സെയിം തന്നെയാണ്. അപ്പം നമ്മളെല്ലാരും ആ സമയത്ത് കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ എന്നാലും എന്താ പറയാ, ഫസ്റ്റ് എല്ലാരും പറയുന്നത് സംവരണം ബത്ലഹേമില് ഉണ്ടല്ലേ എന്നാ പറയാ. അത് കഴിഞ്ഞിട്ട് മൂവീസ് ചെയ്താലും പിന്നെ ചേച്ചി പറഞ്ഞ പോലെ സ്കൂളില് അറിയാം നമ്മള് ഇങ്ങനെ മൂവീസിലൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. പിന്നെ ഈ പ്രിവിലേജ് ആണ് നമ്മള് ചുമ്മാ നമുക്കറിയാം. പക്ഷെ പറയില്ല, പറഞ്ഞു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മള് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടില്ലേ 2001 അല്ലേ? അതും ലാലേട്ടൻ മമ്മൂക്ക അപ്പുറത്ത് നിൽക്കുന്നു പിടിക്കുന്നു. അത് പക്ഷേ നമ്മുടെ മൂർത്തി സാർ ഉണ്ടല്ലോ സൂര്യ ഫെസ്റ്റിവൽ ഒക്കെ ചെയ്യുന്ന, അപ്പൊ അങ്കിളാണ് അവാർഡ് ഷോ ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എ കെ ആന്റണി സാറാണ് മുഖ്യമന്ത്രിയും തോന്നുന്നു. അപ്പൊ എന്നോട് ചോദിച്ച് നിനക്ക് എ കെ ആന്റണി സാർ അവാർഡ് തരണോ വേറെ ആരെങ്കിലും തരണോ? ശരി. അപ്പം പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആക്ടേഴ്സ് ആരെങ്കിലും തന്നാ മതി. അതായത് മുഖ്യമന്ത്രി അങ്ങനെ വെറുതെ പറഞ്ഞതാ. കുഞ്ഞു മനസ്സല്ലേ? അതെ, 10 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടാണ് അവാർഡ് തരുന്നത്. ഇപ്പോഴും അത് അപ്പം അത്രയും വാല്യൂ അറിയില്ല. ഇപ്പോഴാണ് അതിന്റെ വാല്യൂ ശരിക്കും. അപ്പൊ നമ്മൾക്ക് ആ സമയത്ത് ഞാൻ താണ്ഡവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലാലങ്കളുമായിട്ട് എന്നുവെച്ചാൽ ആ അവാർഡ് ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊള്ളാച്ചി പോവായിരുന്നു ബാക്കി ഷൂട്ടിന്. അപ്പൊ മമ്മൂട്ടി സാറിനെ ഞാനൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത്. ലാലങ്കളിനെ അറിയാം. അപ്പൊ ആ ഒരുമിച്ച് ഇങ്ങനെ കേറി വന്നപ്പം ഞാൻ സ്റ്റേജില് അങ്കിളിനെ ചിറ്റപ്പാന്ന് വിളിച്ചിട്ടാ കയറിയത്. ബിക്കോസ് ആ താണ്ഡവത്തിൽ എന്റെ ചിറ്റപ്പനായിട്ടാണല്ലോ. അങ്ങനെ വന്നു, രണ്ടുപേരും അവാർഡ് തന്നു. പക്ഷെ ഇന്നാണ് അതിന്റെ അയ്യോ ഉറപ്പായിട്ടും അന്ന് നമുക്കറിയില്ല, വെറുതെ ഒരു അതെ അതെ. ഇന്ന് ആ ഫോട്ടോ കാണുമ്പോ അതൊരു വല്ലാത്ത ഫീലാണ്. ശരിക്കും ശിവ സാറേ, ഇവരുടെ അടുത്ത് തന്നെ ഇവരുടെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുന്ന കാര്യങ്ങളാണ് ആ പൂച്ചയുടെ കാര്യം. അതിലുപരി ആൾക്കാർ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമായിരിക്കാം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അത് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 100 പേരിൽ ഒരു 70 പേര് ചോദിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ 100 പേരിൽ ഒരു 85 പേരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ പൂച്ചയുടെ കാര്യം. അപ്പോൾ അതിനൊരു ഈ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊരു റിപ്ലൈ സുഹൃത്തുക്കളെ ചോദിക്കുന്നുണ്ടാവാം, സ്ട്രേഞ്ചേഴ്സ് ചോദിക്കുന്നുണ്ടാവാം. ഒരു റിപ്ലൈ എന്താണ് ആക്ച്വലി സാറ് കൊടുക്കുന്നത്? അല്ല, അതൊരു ആ സിനിമയിൽ നമ്മൾ അങ്ങനെ ഒരു എന്താണ് ഒരു മിസ്റ്ററി
മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. ഈ ചോദ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എന്താണ് ഒരു ഫൈനൽ ആൻസർ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കൊടുക്കാം. അത് സെക്കൻഡ് പാർട്ടിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് ചെയ്യുമ്പോൾ ഇത് ഉപകരിക്കും എന്നുള്ള അങ്ങനെ ഉണ്ടാവാം. സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ളൊരു ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു തോട്ട്സ് ഉണ്ട്, അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവി ഭയങ്കര റിസ്ക്കാണ് എൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ഒരു കഥ വരണം, അതിനേക്കാളും നന്നായി എന്ന് ആൾക്കാർ പറയണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നല്ലൊരു സിനിമയെ നമ്മൾ സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മൊത്തം ഫീലിനെ കളഞ്ഞു എന്നൊക്കെ തോന്നിക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥ വരികയാണെങ്കിൽ അത് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റും. ഇതിലിപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച വ്യക്തിയാണ് മണിച്ചേട്ടൻ്റെ കാര്യം. മോനായി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളോട് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം. കാരണം അതിൽ ഫാമിലി എല്ലാവരോടും ഒരുമിച്ച് മറ്റേ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇതൊക്കെ വിരിച്ച് ഇനി കലാപരിപാടികൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. വളരെ ഇതിനെ എല്ലാ സീൻസും ഇപ്പം നമ്മളൊരു കഴിഞ്ഞ വർഷമാണ് കണ്ടെങ്കിൽ കൂടിയും വീണ്ടും ഈച്ച് ആൻഡ് എവറി സീൻസ് എൻ്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ അതിനകത്ത് മറ്റേ എലി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അപ്പോഴൊക്കെ നിങ്ങൾ കുട്ടികൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ നിങ്ങളുടെ മൈൻഡിൽ വന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ, അല്ലെ ഓർമ്മയിൽ നിൽക്കുന്നത്? മണിച്ചേട്ടൻ്റെ ആവാം. മണിച്ചേട്ടൻ ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഞങ്ങൾ എല്ലാവരും ഒരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ രാത്രി ഡേയ്സ് ഏർലി പാക്കപ്പ് ആണെങ്കിൽ ഒരു ആഘോഷമാണ് ഹോട്ടലിൽ. ഫുൾ മോണാക്ട് ആള് ആരുടെങ്കിലും ഒക്കെ റൂമിൽ എല്ലാവരും കൂടും. റൂമിൽ പോവായിരുന്നു. നമ്മള് രാത്രി അങ്കിളുടെ റൂമിൽ പോയിട്ട് പിള്ളേർ സെറ്റ് പേരൻസ് എല്ലാവരും ഉണ്ടാവും. പിന്നെ ആളുടെ വക വൺ മാൻ ഷോ, പിന്നെ ആളെന്നെ നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. മണിച്ചേട്ടൻ പുതിയതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടും. നമ്മുടെ എന്താണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ പുതിയ പുതിയ കാര്യങ്ങൾ മണിച്ചേട്ടൻ. അതുപോലെ പിന്നെയുള്ള മണിച്ചേട്ടൻ്റെ മൂവീസിലൊക്കെ ആ ആക്ടൊക്കെ വന്നിട്ടും ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് നമ്മളടുത്താണ് ഇറക്കുന്നത്. നമ്മളത് എൻജോയ് ചെയ്യാൻ റെഡി ആയി നിൽക്കുവാണല്ലോ. അടുത്തത് എന്താ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് പുറകെയായിരുന്നു. ത്രൂ ഔട്ട് ഒരു 3 hours സംടൈംസ് ഐ റിമെമ്പർ ഒരു ടൈം ഞങ്ങളെല്ലാവരും അവിടെ തന്നെ കിടന്നു മണിച്ചേട്ടൻ റൂമിൽ കിടന്നു. അവസാനം പേരൻസ് ഒക്കെ പൊക്കിക്കൊണ്ടുപോയി. ശരിക്കും ഇതിൽ മണിച്ചേട്ടൻ്റെതായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? ആ ടൈമിൽ വന്ന് സിബ് സാറിന് എടുത്ത് പറയേണ്ട മോനായി എന്നുള്ള ക്യാരക്ടർ ആ സമയത്ത് ചെയ്ത് ഒരു വാവ് ഫാക്ടർ തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇല്ല, മണിക്കൊക്കെ നമ്മളൊരു ക്യാരക്ടർ കൊടുത്താൽ അല്ലെങ്കിൽ സീൻ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. ഇംപ്രവൈസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നോക്കുക. അത് ടോട്ടാലിറ്റിയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയുന്ന ആ ഒരു എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അത് ചെയ്യാൻ സമ്മതിക്കും. അങ്ങനെ ഒരുപാടാണ്. എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് മണി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ടേപ്പ് റെക്കോർഡിൻ്റെ സ്പീഡ് നന്നാക്കാൻ കൊടുത്ത് വിടുമ്പോഴത്തേക്ക് വലിഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ ഇയാളെ നന്നാക്കാൻ വിട്ടുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറയിൽ നിന്ന് ചവിട്ടും. അപ്പോൾ ഇത് ആ സമയത്താണ് ഇതിൻ്റെ ടേപ്പ് വീണ്ടും ചൈനീസ് ഭാഷയാണെന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെയുണ്ട്. പിന്നെ ഈ മറ്റേ ഔട്ട് ഹൗസിൽ പോയി കിടക്കുമ്പോൾ ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി വിട്ട് അവിടെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയ ആൾക്കാർ മണിയുടെ അടുത്തേക്ക് ഇവർ രണ്ടും കൂടെ ചെന്നിട്ട് ഇവർ തമ്മിലുള്ള വഴക്ക് ഇവർ വലിച്ചെറിയുന്നതെല്ലാം മണിയുടെ മേത്തേക്കാണ് തുണികളൊക്കെ. അയാളുടെ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. ഇയാൾക്ക് എന്താ കാര്യം എന്ന് അറിയത്തില്ല. രണ്ടുപേരും കൂടെ വന്ന് ചീത്ത അവർ തമ്മിലുള്ള വഴക്ക് തീർക്കുക. അപ്പോൾ ഈ ഇടയ്ക്ക് ഇയാൾ കിടന്ന് മൂടിപ്പിടിച്ച് ആ ബെഞ്ചിൽ തന്നെ കിടക്കുന്നുണ്ട്. കിടന്ന് പെട്ടെന്ന് എന്തോ പറയാൻ ചാടി എഴുന്നേക്കുമ്പോൾ ഇയാൾ കഴുത്ത് ബെഞ്ചിൽ കൊടുക്കും. അത് മണി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ആ എഴുന്നേക്കേണ്ടി വരുന്നൊരു സ്റ്റേജ് വരും. അതിനു മുമ്പ് മണി അതൊക്കെ ഇംപ്രവൈസേഷനാണ്. നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ആ ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് തിരിച്ചു പോയി. കാരണം ഞാനും പ്രതീക്ഷിക്കുന്നില്ല മണി ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്നു. ആ സമയത്ത് അതൊക്കെ അല്ലേ അതൊക്കെ ഒരു സംഭവം മണിച്ചേട്ടൻ്റെ ഇന്ന് വരുന്ന കോൺട്രിബ്യൂഷൻസ്. അതുപോലെ അല്ല ശരിക്കും ഒരു സിംഗർ കൂടിയാണ് അല്ലേ? സിനിമകളിൽ പാടിയിട്ടുണ്ട്. അപ്പം ഒന്ന് പറയുമോ? സോ ഞാൻ മൂവീസ് ചെറുപ്പത്തിൽ കുറച്ച് മൂവീസ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ലോലി പാട്ടിലേക്ക് ഷിഫ്റ്റായി. പിന്നെ ഞാൻ ഒരു 2011 to 2021 വരെ മൂവീസിൽ ഞാൻ ചെന്നൈയിലായിരുന്നു ആ ടൈമില്. അപ്പോൾ കുറെ മൂവീസ് മലയാളത്തിലൊരു 2-3 മൂവീസ് പാടിയിട്ടുണ്ട്.
ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി എത്രയോ ജന്മമായി കുറെ ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പാടിയത്. കുറെ ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല. ശരി ശരി ശരി. ബട്ട് യാ, ദ റെസ്പോൺസ് വാസ് റിയലി നൈസ്. കുറെ പേര് എൻ്റെ അടുത്ത് തിരിച്ച് പാട്ട് പാടണം. ഇൻഫാക്ട് എത്രയോ ജന്മമായി വാസ് ത്രൂ ഔട്ട് പ്ലേയിങ് ഇൻ ദ സെറ്റ്. കുറെ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യായിരുന്നു ആ സോങ്സ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് സോങ്സ് ഒക്കെ ഹാർട്ടിൽ അങ്ങോട്ട് തറച്ച് കയറിയ ഒരു അവസ്ഥയായിരുന്നു. ഇൻഫാക്ട് കുറെ ഷൂട്ടിലും ഞങ്ങളുടെ സീൻസ് ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നടക്കും. സോ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയുടെ കുതിരയുടെ സീനിൽ നമ്മളെല്ലാവരും അവിടെ വലിയ കയറി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ. സോ ദാറ്റ്സ് വൈ ദ സോങ് വാസ്, എൻ്റെ അടുത്ത് കുറച്ചുപേര് പറഞ്ഞു നല്ല ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ ഫുൾ ടൈം ആ പാട്ടിലൂടെ ജീവിച്ച ആൾക്കാർ. എന്തായാലും കുറെ ഇന്റർവ്യൂസിൽ ചോദിച്ചിട്ടുണ്ടാവും, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു നൊസ്റ്റാൾജിയ കംപ്ലീറ്റ് ആണെങ്കിൽ, ഈ ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റിന്റെ നൊസ്റ്റാൾജിയ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരു 2 വരി അല്ലേ? വി ഓൾ റിക്വസ്റ്റ്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ആ കുഞ്ഞു ബേബി കൊച്ച് ഇത് റിലീസ് ആവുമ്പോ ആ ബിഗ് കസിൻസിനെ പോലെ ഇപ്പൊ നിങ്ങൾ ഇരുന്ന് അല്ലേ, യു ആർ സിംഗിങ് ഫോർ ദിസ് മൂവി ആൻഡ് ഇറ്റ് ഈസ് റിലീസിംഗ് അഗെയിൻ. വാവ്, ശരിക്കും അല്ലേ? ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണേ, അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. റെഡി? ഓക്കെ. നിങ്ങൾ തന്നെ എപ്പോഴെങ്കിലും, ഞാൻ പൂച്ചയുടെ കാര്യമാണേ, തന്നെ ആ പൂച്ച വിട്ടത് ആരാന്ന് അസംഷൻസ് ഉണ്ടായിരുന്നു അല്ലെ ആ ടൈമിൽ? കാരണം എന്തായാലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ആ സിനിമ കഴിഞ്ഞ് 1, 2, 3 വർഷം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടായിരുന്നു, മൈൻഡിലുണ്ടായിരുന്നു? ഉണ്ട്. സംടൈംസ് വിളിച്ച് ചോദിക്കണം എന്നുണ്ടായിരുന്നു. വിളിച്ച് ചോദിച്ചാലോ? ചില ദിവസങ്ങളൊക്കെ കുറെ പേര് വന്ന് ചോദിക്കുമ്പോഴാണ് വിചാരിക്കുന്നത് ആരായിരുന്നു, പക്ഷെ നാണക്കേട് നമുക്കും അറിയില്ലല്ലോ. അതെ, നമുക്കറിയാന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ അത് മാറ്റി പറയില്ല. എനിക്കറിയായിരുന്നു കേട്ടോ. അതായത് ഞാൻ ആ സീൻ കണ്ടായിരുന്നു. അതായത് സോങ് ഒന്നുമല്ല, ഇല്ല ഞാൻ പറയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ സോങ് എടുത്തത് നമ്മൾ കണ്ടിട്ടില്ല, എത്രയോ ജന്മമായി നമ്മൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഫ്ലവർ ഇടുന്ന സീനിൽ ഞങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടാണ് പൂച്ചേനെ പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ടവല് എറിയുന്നത്. ഈ സീൻ ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് 2 പേരും കൂടെ മിക്സ് ചെയ്ത് ചെയ്തത് ഞാൻ അറിഞ്ഞു. അല്ല, ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് എന്താണെന്ന് സംഭവം സിനിമ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കണ്ടന്റ് അതിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. അതെ, അത് അങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. കാര്യം ഞാൻ തന്നെ ചില ഫിലിംസിൽ ഹീറോയിന് വേണ്ടിയിട്ടൊക്കെ എന്റെ കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ടുണ്ട്, ഹീറോയിന് വേണ്ടി ഞാൻ സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇയാൾ ചെയ്തതാവാം. അപ്പോഴും ചോദ്യചിഹ്നം. അപ്പൊ ഈ സത്യം ആകെ അറിയാവുന്ന നിവേക്കാണ്. അല്ല, ഞാൻ കണ്ടിരുന്നു. അതാ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്താണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പൊ പുള്ളിക്കാരിനെ വിളിക്കുന്നതും പൂച്ചേനെ കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ റിവീൽ ചെയ്യില്ല. ഇനി ഇതില് രസകരമായ ഒരു ഇതായിരുന്നു, നിങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ, അതായത് ആർമി എഫോർട്ട് ഇട്ട് എല്ലാവരും വരൂ, നമുക്ക് കുറച്ച് മാറിയിരിക്കാം, എന്നിട്ട് അവിടെ വിരിച്ചിരുന്നിട്ട് മറ്റേ വൈനും ഒക്കെ ആയിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാരും പിള്ളേരും ഒക്കെ ഉണ്ടായി, പിള്ളേരില്ലായിരുന്നു, പക്ഷെ ബിഗ് സെറ്റ് ഓഫ് കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് എല്ലാവരും ഓടി മാറുന്നു, ആമി മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതേപോലെ ഏതെങ്കിലും എപ്പോഴെങ്കിലും കസിൻസിന്റെ കൂടെ ഒരുമിച്ച് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? സ്വന്തം കസിൻസ് ആക്ച്വലി അതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെയായിരുന്നു കുരുത്തക്കേട്. അയ്യോ, അത് സത്യം. ലൊക്കേഷനിലെ കുരുത്തക്കേട് ചോദിക്കാം. സമ്മറിൻ ബദലുകൾ എന്ന ലൊക്കേഷനിലെ ഞങ്ങളെ കാണാണ്ടായിരുന്നു, അതിൽ പരം എന്ത് നൈസായിട്ട് 2 പേരും പോയി. ഞങ്ങൾ ലൊക്കേഷൻ ഹണ്ടിന് പോയതായിരുന്നു. ഇല്ല, ആ സ്പോട്ടിൽ നിന്ന് പോയിട്ടില്ല, എവിടെയോ ഉണ്ടെന്നറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ലൊക്കേഷനിൽ പോയില്ല.
പിന്നെ എന്നാലും ഇത്രയും ചെറിയ പിള്ളേരല്ലേ. അതെന്നാ നല്ല കുരുത്തക്കേടായിരുന്നു രണ്ടുപേരും. പിന്നെയും സൈലന്റ് ഞാനും മനസ്സും ഒക്കെ ഇച്ചിരി സൈലന്റ് ആയിരുന്നു. അൻസു ഭയങ്കര പാവായിരുന്നു, ഞങ്ങൾ ചിലപ്പോ പിടിച്ചു വലിക്കും. ഇവരുടെ കൂടെ കൂടുമ്പോഴുള്ള കുസൃതി ആയിരുന്നു അൻസുൻ. അൻസുവിന്റെ ചെറുതായിരുന്നല്ലോ. അല്ലാതെ അൻസുവിനായിട്ട് അങ്ങനെ കുസൃതി ഇല്ല. ഏറ്റവും കുസൃതിയുടെ മെയിൻ ആളാണ് ആയിരിക്കുന്നത്. കൃഷ്ണ മോശമൊന്നുമില്ല, മാസ്റ്റർ മൈൻഡ് അവിടെ. ആക്ച്വലി അൻസുവിന്റെ അങ്കിള് ചിലപ്പോ ഇല്ലെങ്കിൽ ഞങ്ങൾ നൈസ് അല്ലെങ്കിൽ അൻസു ഓൾറെഡി പേരന്റ്സിൽ കേരളായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ആണല്ലേ. അതുപോലെ നിങ്ങൾ ആ ജീപ്പിൽ എല്ലാരും കൂടെ കയറി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എല്ലാരും ഞാൻ കേട്ട അതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ്, അത് ഓപ്പൺ ജീപ്പാണ് ആ ടൈമിലെ ഒരു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങക്ക് പോണം വെറുതെ കൊണ്ടുപോയിട്ട്. ആരായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നു അങ്കിൾ ആ ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജീപ്പിൽ തന്നെയല്ലേ വന്നത് വീട് വരെ. ആ ജീപ്പിൽ തന്നെയാ വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആ ജീപ്പിൽ തന്നെയാണ് ആ വീട് വരെ വന്നത്. ഡെന്നിസിന്റെ വണ്ടിയില് പിള്ളേർക്ക് നമ്മളെല്ലാരും കൂടെ വന്നത് തന്നെയാ. കട്ട് ചെയ്താലും ഷോട്ട് കട്ട് ചെയ്ത വീട് കാണിച്ചാലും നമ്മൾ അവിടുന്ന് ആ വണ്ടി തന്നെയാ വന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറെ വലിയ ടെഡി ബേഴ്സും അട്രാക്റ്റീവ് തിങ്സ് അവിടെ ഉണ്ടായിരുന്നു. ഡെന്നിസ് വെടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്റൂം ഒരുക്കുന്നില്ലേ, നമ്മൾ അവിടെ കയറി കിടക്കുമായിരുന്നു. എല്ലാ ഫാക്ടേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിബി സാറിന് ഒരു താങ്ക് യു പറഞ്ഞു. എത്ര താങ്ക് യു പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മനോഹരമായ ഒരു കുട്ടിക്കാലം, ഒരു ഓർമ്മ. ബെസ്റ്റ് വെക്കേഷൻ ആവും ഞങ്ങൾക്ക് ഇടക്കിടക്ക് കാണുമ്പോ ഞങ്ങൾ ആ സിനിമയിലെ ഒരാളായിട്ട് തന്നെയല്ലേ. ഇത്രയും പെർഫെക്റ്റ് ഇതായിരുന്നു അല്ലെ. ഇത്രയും കളിക്കാൻ ആൾക്കാര്, പഠിക്കണ്ട, ഇഷ്ടംപോലെ ടോയ്സ്, നല്ല ഫുഡ്, ലൊക്കേഷൻ. ഫുഡ് ഞാൻ ഇപ്പൊ പോലും സിയാദങ്കളുടെ അടുത്ത് പറഞ്ഞോളൂ, ഫുഡ് എവിടുന്നായിരുന്നു. നമ്മള് കുഞ്ഞുമണിക്കൂട്ടിൽ ആ പാട്ടെടുക്കുന്ന സമയത്ത് നമുക്കൊരു 11 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഓരോ ഗ്ലാസ് വിത്ത് സ്പൂൺ തരും. അതിൻ്റെ ഉള്ളിൽ കഞ്ഞി, പയറ്, ചമ്മന്തി ചരക്കിട്ടിട്ട് മിക്സ് ചെയ്ത് സുകുമാരിയമ്മ മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും. പിള്ളേരെ എല്ലാവർക്കും എനർജി കിട്ടാൻ. കാര്യം ലേറ്റ് നൈറ്റ് ആണ് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആരും ഉറങ്ങരുത്. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് വരും എല്ലാവരും. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൗഡ് ഫീൽ ഇരിക്കുന്ന ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഈച്ച് ആൻഡ് എവറിഥിങ് നിങ്ങൾ പറയുമ്പോൾ യു ക്യാൻ ബി വെരി പ്രൗഡ്. പിന്നെ സിനിമയുടെ ഉള്ളിൽ ഒരു എക്സ്കർഷൻ ഉണ്ടായല്ലോ. സുകുമാരി അമ്മയും നമ്മളെല്ലാരും കൂടി ഒരു സ്ട്രീമിന്റെ അടുത്ത് പോയിട്ട് അവിടെ വെച്ച് സുകുമാരി അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി തന്നറിയോ, ചിക്കൻ ഫ്രൈ, സുകുമാരി അമ്മയുടെ കുക്ക് അല്ലേ. അതെ, ആ സീനിലെ സുകുമാരി ചേച്ചിയാണ് കുക്കിംഗ് പ്രധാന ഷെഫ്. പുള്ളിക്കാരത്തിയാണ് ആക്ച്വലി ഉണ്ടാക്കണം. ഷോട്ട് കട്ട് ചെയ്താലും പുള്ളി കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കും. റിയലായിട്ട് ഉണ്ടാക്കി തന്ന് മതിയാവണ വരെ തരും. ഇനിയും വേണോ തരും ആണ് അല്ലേ. അതുപോലെ സുമാരി ചേച്ചി ജനാർദ്ദൻ ചേട്ടനും അതിന് കോംബോയും ഭയങ്കര ഗംഭീരമായിരുന്നു. ഒരു പക്ക സ്ട്രിക്റ്റ് ഗ്രാൻഡ് ഫാദർ. അല്ല, അതേമാതിരി പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അധികം ജനാർദ്ദനങ്ങളുടെ അടുത്ത് പോവാറില്ല. അത് ക്യാരക്ടർ, ആ ഇമേജ് ഉണ്ടല്ലോ, ഇറ്റ് വാസ് മെയിൻറ്റെയിൻഡ്. ലൈക്ക് ഈ ശരിക്കുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ദേ വർ റിയലി ലിവിങ് ഇറ്റ്. മഞ്ജു ചേച്ചി ആണെങ്കിൽ ഭയങ്കര നമ്മളപ്പോ ആ പുഴയുടെ ഒക്കെ അടുത്ത് പോകുമ്പോ പോലെ 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 വയോ വയോ നമ്മളെ ആ 12 കസിൻസ്, അതായത് കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യുന്നോ അതേപോലെ തന്നെയാണ് അങ്കിള് നമ്മളെ കെയർ ചെയ്തോണ്ടിരുന്നത്. എല്ലാവരും അതൊരു ഫാമിലി ആയിട്ടുള്ള ഒരു പിക്നിക്. അതിൽ അവിടെ ഇവിടെയൊക്കെ ക്യാമറ ഉണ്ട്, കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ the care that we got, I don't think in any set we have ever got. ഇനി ഒരിക്കലും അല്ലേ. ഇതിൽ ശരിക്കും ആ പൂച്ചയുടെ കാര്യം, അതുപോലെ തന്നെ മറ്റേ ഹിന്ദു കസിൻസ്, ആ ഡയലോഗും ശരിക്കും അങ്ങനെ അത് ഇപ്പം സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും അത് ഇത്രയും അധികം ഹിറ്റ് ആവുമെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടും സാറിന് ഉണ്ടായിരുന്നു ടീമിന്? ഇല്ല, നമ്മളത് എടുക്കുമ്പോൾ അത് ഇങ്ങനെ കയറി ആൾക്കാർ ഇത്രയും കാലം കഴിഞ്ഞിട്ട് എല്ലാവരും കാണാതെ പറയുന്നു എന്നൊക്കെ അങ്ങനെ ഒരു വൈറലാകുമെന്ന് നമ്മൾ തോന്നിയിരുന്നില്ല. പക്ഷെ അന്ന് എല്ലാവർക്കും അത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഒന്നാമതും വേറൊരു ഭാഷയാണല്ലോ കന്നഡ. അത് പിന്നെ മണിയിലേക്ക് ചെന്ന് മണി അതിൻ്റെ ഒരു എന്താണ് മറ്റതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതൊക്കെ അവിടെ ഒരു ചെറിയ ചെറിയ ഇംപ്രോവൈസേഷൻസ് ഉണ്ടാവും. പിന്നെ ജലന്ധറിന്റെ സ്പെല്ലിംഗ് പറയുന്നത് അവസാനം അതിന് സ്പെല്ലിങ് തെറ്റിച്ചതിന് അടി കൊടുത്തിട്ട് പോകുമ്പോഴും കറക്റ്റ് സ്പെല്ലിങ് പറഞ്ഞാൽ അടിക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളല്ലേ. ഓക്കെ,
ഓക്കെ. നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ നേരത്തെ ചോദിച്ചാണ്, മോനായി എന്ന കഥാപാത്രം പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന, അല്ലെ കലാഭവൻ ചേട്ടൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു കാര്യം, ഒറ്റ കാര്യം? ഞങ്ങളുടെ ബിഗ് ബ്രദർ ആയിരുന്നു അവിടെ, ഞങ്ങളുടെ ഒരു ഗാങ് ലീഡർ. അതെ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രദർ ആണ്. അതെ. സർ അല്ല, മണിയായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ട് ഓൾവേസ് എൻ്റെ ഒരു സിനിമയിലാണ് മണി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മണി ആ സിനിമയിലേക്ക് മണി ഓട്ടോറിക്ഷ ഓടിച്ചാൽ വന്നത്. ആ സിനിമയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഒരാളെ വേണമായിരുന്നു. ശരി. അക്ഷരം എന്താണ് സിനിമയുടെ പേര്. അക്ഷരം. അപ്പം ഞാനിവിടെ എറണാകുളത്ത് നവോദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ സുരേഷ് ഗോപിയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരു സീനുണ്ട്. ശരി. അപ്പോൾ അതിനൊരാളെ വേണം. അപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അയാൾ ചാലക്കുടിക്കാരനാണ്, സുന്ദർദാസ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളുണ്ട്, അയാൾക്ക് ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ചെയ്യും, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അയാളത്ത് വരാൻ പറഞ്ഞു. പക്ഷേ ഇയാൾ ചാലക്കുടിയിൽ നിന്ന് ആ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇവിടെ വന്നത്, കാക്കനാട് നവോദയ സ്റ്റുഡിയോയിൽ. അന്ന് വന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓക്കെ, കാരണം അയാൾ നമ്മൾ കൊടുത്ത ഡയലോഗൊക്കെ അപ്പം തന്നെ പറഞ്ഞു. അടുത്ത ദിവസം സുരേഷിൻ്റെ കൂടെ സീൻ എടുക്കണം. അത് ഈ പാലാരിവട്ടം ജംഗ്ഷനിലാണ്, ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അവിടെ വന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് കയറി സുരേഷിൻ്റെ അടുത്ത് ചോദിച്ചു, ഇയാൾക്ക് ഓട്ടോറിക്ഷയൊക്കെ അടിക്കുക, കാരണം തിരിഞ്ഞു ഡയലോഗൊക്കെ പറയണം. ഇയാൾക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാവോ, വെറുതെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പിടിച്ചിട്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. നമ്മളില്ല, അയാളെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഡയലോഗൊക്കെ പറയും. അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി ഇരുന്നു. സുരേഷും ഒന്ന് ചോദിച്ചു, വണ്ടി ഓടിക്കാൻ അറിയാവോ, നല്ല തിരക്കുള്ള വഴി കൂടെ പോകണ്ടേ? എല്ലാം അറിയാൻ. ചിലർ എന്തും അഭിനയിക്കാൻ വേണ്ടി എന്തും അറിയാമെന്ന് പറഞ്ഞ് ചടി വീഴുമല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയമാണ് സുരേഷിനും. അപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ് പേടിക്കണ്ടല്ലോ, ഓടിക്കും എന്ന്. അത് ഇത്രയും ചോദിച്ചപ്പോൾ മണിക്കും ടെൻഷനായി, ഇനി എന്നാൽ എന്നെ മാറ്റുമെന്നൊക്കെ. അങ്ങനെ റെഡി ക്യാമറ എന്നൊക്കെ ഒരു ഭയങ്കര ക്രൗഡും ഉണ്ട്, പബ്ലിക് റോഡല്ലേ. ഇയാൾ വന്ന് ഈ ലിവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ലിവർ വലിച്ച് ലിവർ ഒടിഞ്ഞ് കയ്യിലിരുന്നു. അതോടെ മണി വിചാരിച്ച് എൻ്റെ പരിപാടി തീർന്നു, പുറത്തായി വിചാരിച്ച്. മണി എങ്ങനെയൊക്കെ ഇതൊന്ന് സ്റ്റാർട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ എങ്ങനെയോ സ്റ്റാർട്ടാക്കി ഓടി. മണി പറയും, എങ്ങനെ ഇപ്പോൾ ഇത് സ്റ്റാർട്ടായത് എനിക്ക് ഓർമ്മയില്ല അന്നത്. അങ്ങനെ പക്ഷെ നന്നായിട്ട് ലിവർ പിന്നെ എങ്ങനെയൊക്കെ മണി അത് സ്റ്റാർട്ടാക്കിച്ചു, പ്രാർത്ഥിച്ചു സ്റ്റാർട്ടായ പോലെയാണത്. അതുകൊണ്ട് ഓടിച്ചപ്പോൾ സീനൊക്കെ കൃത്യമായിട്ട് എടുത്തു. ഒരു പക്ഷെ അന്ന് സ്റ്റാർട്ടായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അല്ല, അതുകൊണ്ട് ഇയാളുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, നമ്മൾ വണ്ടി മാറ്റി കൊടുക്കുമായിരിക്കും. ഇത് പുള്ളിയുടെ സ്വന്തം ഓട്ടോയിലാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെ ടെക്നിക്ക് അറിയാം. പിന്നെ എങ്ങനെയോ അതെ അതെ, അക്ഷരം അല്ലേ, അക്ഷരം എന്ന് പറയുന്ന സിനിമയിൽ. ഓക്കെ, അപ്പോൾ ഒരു ഗംഭീര സിനിമയാവട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓൾറെഡി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ. നാളെ ഉച്ചയ്ക്ക് അല്ലെ 1 മണിക്ക് ഈ ഒരു സെലിബ്രേഷൻ നമ്മൾക്ക് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറുകയാണ് തിയേറ്ററിലേക്ക്, നമ്മളെല്ലാവരും ഒരുമിച്ച്. ഐ എം സോ ഹാപ്പി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയാലും. ആൻഡ് താങ്ക് യു സോ മച്ച് സിബിസ ഫോർ ദിസ് ജെം മൂവി. താങ്ക് യു. Thank you so much. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.